ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഫെബ്രുവരി ആണ് എക്സാം വരുന്നത്. ഏകദേശം 6500 ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കാനുള്ളൂ. ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ സിലബസ് നമുക്ക് നോക്കി നോക്കാം. ഫെബ്രുവരി 2025 എക്സാം വരുന്നത്. ഏകദേശം 6000 ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കാനുള്ളൂ. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം അതിലും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ 3 മാർക്ക് വെയിറ്റേജ് ഉള്ളൂ. ഹാൻഡ് ടൂൾസ് എന്നാണ്. അതിൽ ക്ലാമ്പ് ഉണ്ട്, ഹാക്സോ ബ്ലേഡ്സ് ഉണ്ട്, ഫയൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റീൽ റോള്, സ്ക്രൈബേഴ്സ്, പഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സ്റ്റീൽ റോളിൻ്റെ അക്യൂറസി എന്താണ്, സ്റ്റീൽ റോളിൻ്റെ മെറ്റീരിയൽ എന്താ, സ്പ്രിങ് സ്റ്റീൽ, അലോ സ്റ്റീൽ, അതുപോലെ തന്നെ ടൈപ്സ് ഉണ്ട്. സ്റ്റീൽ റോളിൽ കുറച്ച് ടൈപ്പ് ഉണ്ട്. ഷ്രിങ്ക് റോള്, നാരോ റോള്, അങ്ങനത്തെ ഒരു 5 ടൈപ്പ് ഉണ്ട്. പഠിക്കാൻ സിമ്പിളാണ്. ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ 1 പേജിൻ്റെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടുള്ളൂ. പിന്നെ സ്ക്രൈബേഴ്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അതിൻ്റെ മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീലാണോ അതിൻ്റെ മെറ്റീരിയൽ. പിന്നെ പഞ്ചസ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്, അതിൻ്റെ അപ്ലിക്കേഷൻ, അതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, അതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കണം. അത് മാത്രമല്ല നമ്മൾ ഹോളോ പഞ്ചും നമ്പർ പഞ്ചും എല്ലാം ഒന്ന് അഡീഷണലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ ഹാമേഴ്സിൻ്റെ പാർട്സ്, ഓരോ ഹാമർ, ബാൾ പിന്ന്, സ്ട്രൈറ്റ് പിന്ന്, പിന്നെ കോസ് പിന്ന്, പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് എങ്ങനെയാണ്, അതായത് ക്രോസ് പെയിൻറ്റിയും സ്ട്രൈറ്റ് പെയിൻറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അത് ഹാൻഡിലിൻ്റെ നമ്മുടെ ഐ ഹോൾ ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതിന് ക്രോസ് പിന്നാണോ സ്ട്രൈറ്റ് പിന്നാണോ എന്ന് പറയുന്നത്. ഹാൻഡിൽ നേരെയാണോ അതോ ഹാൻഡിലിന് ആ ഹൈ ഹോളിന് നേരെ പെർപെൻഡിക്കുലർ ആണോ അതോ പാരലാണോ നോക്കിയിട്ടാണ് സ്ട്രൈറ്റ് പിന്ന്, ക്രോസ് പിൻ എന്ന് പറയുന്നത്. പിന്നെ ഹാമറിൻ്റെ ചീക്ക് ഹാർഡൻ ചെയ്തിട്ടുണ്ടോ, വെയിറ്റ് എവിടെയാണ് സ്റ്റാമ്പ് ചെയ്യുക, കോമൺ എഞ്ചിനീയറിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഹാമറിൻ്റെ വെയിറ്റ് 1 കിലോഗ്രാം ആണ്. അതെല്ലാം ജസ്റ്റ് പഠിച്ചു പോവുക. പിന്നെ ചിസൽ, കോസ് കട്ട് ചിസൽ, ഡയമണ്ട് പോയിൻറ്റ് ചിസൽ, അങ്ങനെ 5-6 ടൈപ്പ് ചിസലേ ഉള്ളൂ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടുള്ളൂ. പിന്നെ കോൾഡ് ചിസലും ഹോട്ട് ചിസലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ചിസലിൻ്റെ അപ്ലിക്കേഷൻ പഠിച്ചു വെക്കുക. ഡയമണ്ട് പോയിൻറ്റ് ചിസൽ കോർണറിലാണ് ഉപയോഗിക്കുക. അതുപോലെ ഓയിൽ ഗ്രോസ് കട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ഉപയോഗിക്കുക, അതെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഹാക്സോ ഫ്രെയിമിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ട്യൂബുലാർ ഫ്രെയിം ഉണ്ട്, ഫിക്സഡ് ഫ്രെയിം ഉണ്ട്, ട്യൂബുലാർ ഫ്രെയിമിന് അഡ്ജസ്റ്റബിൾ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത്, ആക്സോബ്ലേഡിൻ്റെ കേസിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് മീൻസ് ജസ്റ്റ് കുറച്ച് ചെറിയ വരികളേ ഉള്ളൂ. നമ്മൾ ആക്സോബ്ലേഡിൻ്റെ 3 പിച്ച് ഉണ്ട്. അതുപോലെ അതിൻ്റെ ടീത്തിൻ്റെ സെറ്റിംഗ് ഉണ്ട്. ടീത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്ന വേവ് സെറ്റ്, സ്റ്റാഗേർഡ് സെറ്റ് ഉണ്ട്. പിന്നെ ഓരോ പിച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് സെറ്റാണോ സ്റ്റാഗേർഡാണോ നിങ്ങൾ പഠിച്ചു വെക്കുക. ഫൈൻ പിച്ച്, കോസ് പിച്ച്, മീഡിയം പിച്ച്, 0.8 mm, 1.4 mm, 1 mm, പിന്നെ 1.8 mm ഏറ്റവും ലാസ്റ്റ് വരുന്നത്. പിന്നെ ജസ്റ്റ് അതിൻ്റെ മെറ്റീരിയൽ പഠിച്ചു വെക്കുക. പിന്നെ ഫയൽസ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മിനിമം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ 3 മാർക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ 3 മാർക്ക് നമുക്ക് കിട്ടും. ഫയൽസിൽ സ്പെഷ്യൽ ഫയൽ പഠിക്കേണ്ട കാര്യമില്ല. കാരണം വെൽഡിങ്ങിൽ നമുക്ക് സ്പെഷ്യൽ ഫയലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഫയൽസ്, അതിൻ്റെ ഗ്രേഡ്, അതിൻ്റെ കട്ട്, ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ സ്മൂത്ത് അങ്ങനത്തെ ആ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ ആംഗിൾ, നമ്മളെ അപ്പർ കട്ടോ അവർ കട്ടോ, അതിൻ്റെ ആംഗിൾ 51 ഡിഗ്രി, 70 ഡിഗ്രി, അതെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മുടെ ഗ്യാസ് കട്ടിംഗ് ആണ്. 2 മാർക്ക് ഇതിനുള്ളൂ. ജസ്റ്റ് സേഫ്റ്റി എന്തായാലും നിങ്ങൾ ചോദിക്കും. ഗ്യാസ് കട്ടിങ്ങിൻ്റെ സേഫ്റ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ, ഗ്യാസ് കട്ടിങ്, അതിൻ്റെ കേർവ് എടുത്തും ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് കോമൺ ഫാൾട്ട്, അതിലുണ്ടാകുന്ന ഗ്യാസ് കട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഫാൾട്ടാണ്. വെൽഡിങ്ങിൻ്റെ ഡിഫക്റ്റ് നമുക്ക് വരും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങാണ്. ഗ്യാസ് വെൽഡിങ്ങിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 15 മാർക്കാണ് അവർ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഗ്യാസ് വെൽഡിങ്ങിൽ നമുക്ക് ഈ 15 മാർക്കിൽ ഒരു 12 മാർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കിട്ടും. ഗ്യാസ് വെൽഡിങ്ങിലെ ടൂൾസ്, അതിൻ്റെ ഗ്യാസ് സിലിണ്ടേഴ്സ്, അതിൻ്റെ കളറ്, നമ്മൾ മെയിനായിട്ട് ചോദിക്കുക ഓക്സി അസറ്റിലീൻ ഫ്ലെയിമിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറിൻ്റെ കളറ്, ഓക്സിജൻ സിലിണ്ടറിൻ്റെ ത്രെഡ് റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ, അതിന് ഉപയോഗിക്കുന്ന ഹോസിൻ്റെ കളറ്, അതിലെ പ്രഷർ എത്രയാണ്, അതിൽ ഉൾക്കൊള്ളുന്ന വോളിയം ഗ്യാസ് എത്രയാണ്, 16 മീറ്റർ ക്യൂബ് ആണോ, അങ്ങനെയെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അതേ കേസ് തന്നെ അസറ്റിലീൻ്റെ കേസിലും പഠിച്ചു വെക്കുക. അപ്പോൾ ഓക്സി അസറ്റിലീൻ പഠിച്ചു വെക്കണം. പിന്നെ ഗ്യാസസ് യൂസസ് ഫോർ വെൽഡിങ്, ഓക്സി അസറ്റിലീൻ കൂടാതെ ഓക്സി വെൽഡിങ്, ഓക്സി LPG, അതിൻ്റെ ഫ്ലെയിം ടെമ്പറേച്ചറും കൂടി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. ഓരോ ഫ്ലെയിമും എടുക്കുക, അതിൻ്റെ ഫ്ലെയിം ടെമ്പറേച്ചർ അവർക്ക് പെട്ടെന്ന് ആ ഒരു ടേബിളുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും. എന്നിട്ട് പിന്നെ അടുത്തത് അസറ്റിലീൻ ഗ്യാസ് ജനറേറ്റർ, അസറ്റിലീൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക, അസറ്റോണിൻ്റെ കുറച്ച് പ്രത്യേകതകൾ, പിന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്. വെൽഡിങ് ടോർച്ചിൽ നമ്മുടെ 2 ടൈപ്പ് ടോർച്ച് ഉണ്ട്.
അത് നിങ്ങൾ എന്തായാലും അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഫാൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫില്ലർ റോഡുകളും അതിനുപയോഗിക്കുന്ന ഫ്ലക്സസും. ഈ ഫ്ലക്സസ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ വെൽഡിംഗ് ഉണ്ട്. വെൽഡിങ് അലുമിനിയത്തിൻ്റെ വെൽഡിംഗ് ഉണ്ട്, ബ്രോൺസിൻ്റെ വെൽഡിങ്, ബ്രാസിൻ്റെ വെൽഡിങ്ങിനൊക്കെ എന്താ പേര് വിളിക്കാതെ വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മൊഡ്യൂളും 4ാമത്തെ മൊഡ്യൂളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നല്ലൊരു മൊഡ്യൂളാണ്. ആർക്ക് വെൽഡിംഗ് ആണ് ടോപ്പിക്ക്. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്, വെൽഡിംഗ് ടേംസും വെൽഡിംഗ് സിമ്പലെല്ലാം നമ്മൾ ട്രേഡ്സ്മാൻ്റെ എക്സാമിന് സ്ഥിരമായി കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ്. അവർ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിങ്ങിലെ പ്രിൻസിപ്പിൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ AC/DC റെക്ടിഫയർ സെറ്റ്, അതെല്ലാം നിങ്ങൾ പഠിച്ചു പോവുക. മെറ്റൽ പ്രിപ്പറേഷൻ മെത്തേഡ്, വെൽഡിംഗ് ജോയിൻ്റ് ആൻഡ് വെൽഡ്, ആർക്ക് ലെങ്ത് ഉണ്ട്. പിന്നെ വെൽഡിംഗ് പൊസിഷൻ 1G 2G 5G 6G, അതൊക്കെ ജസ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ ആർക്ക് വെൽഡിംഗ് മെഷീൻസ് ഉണ്ട്. പൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആർക്ക് ബ്ലോ, അതുപോലെ ഡിസ്റ്റോഷൻ, ഇതെല്ലാം, അതുപോലെ തന്നെ ഡിഫക്റ്റ്. പിന്നെ നമ്മുടെ വെൽഡിംഗ് ഇലക്ട്രോഡിൻ്റെ കോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് റാങ്ക് മേക്കിങ്ങിനുള്ള ഒരു പോയിൻറ്റ്. പിന്നെ വെൽഡിംഗ് സിമ്പൽ സ്ഥിരമായി ചോദിക്കുന്നതാണ്. വെൽഡ് സിമ്പലും വെൽഡിംഗ് സിമ്പൽസും ഉണ്ട് കേട്ടോ. 5ാമത്തെ മൊഡ്യൂളാണ് GMAW, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്. നമ്മളെ സാധാ ആർക്ക് വെൽഡിങ്ങിൽ ഓട്ടോമാറ്റിക് വയർ ഫീഡും അതുപോലെ തന്നെ ഗ്യാസും കൊടുത്തുള്ള ഒരു സിസ്റ്റം. ഐബെല്ലോൻ്റെയൊക്കെ മെഷീൻസ് അവൈലബിൾ ആണ്. നല്ലൊരു സിസ്റ്റമാണ് കേട്ടോ. GMAWൻ്റെ എക്യുപ്മെൻറ്റും അതിൻ്റെ ആക്സസറീസ്, അതിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരും വയർ ഫീഡ് യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ വെൽഡിംഗ് വയേഴ്സ്, അതിലുപയോഗിക്കുന്ന ഗ്യാസ്, ഏത് ഗ്യാസാണ് ഷീൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ ചോദിക്കും. അതുപോലെ തന്നെ മെറ്റൽ ട്രാൻസ്ഫറിൻ്റെ മോഡ്സ്, പിന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സ് റാങ്ക് മേക്കിംഗ് ആണ്. പിന്നെ GMAWൻ്റെ ഡിഫക്റ്റ് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. പിന്നെ മൊഡ്യൂൾ 6 20 മാർക്കാണ് വെയിറ്റേജ്. 20 മാർക്കാണ് മൊഡ്യൂൾ 6ന് വെയിറ്റേജ്. അതിൽ GTAW ഏത് മെക്കാനിക്കൽ എക്സാമിനും ചോദിക്കും. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന വെൽഡിങ് ഏതാണെന്ന് ചോദിക്കും. അല്ല, ഗ്യാസ് ടങ്സ്റ്റൻ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ GTAWയിൽ എന്താ അവർ ചോദിക്കാമെന്ന് ചോദിച്ചാൽ ഈ എ ഉണ്ടല്ലോ, ഈ എ ഒക്കെ അവരെന്ത് ചെയ്യും, ആണ് റിമൂവ് ചെയ്യും. GTW എന്ന് കൊടുക്കും, അല്ലെങ്കിൽ GTMW എന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡൗട്ടാവും. നമുക്ക് കാര്യം അറിഞ്ഞാൽ പോരാ, ഇതുപോലത്തെ കീവേഡ് അല്ലെങ്കിൽ അബ്രിവേഷൻസും ഷോർട്ട് ഫോം എല്ലാം നമ്മൾ പഠിക്കണം. അതിൽ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. പിന്നെ GTAWൻ്റെ ടോർച്ച്, അതുപോലെ തന്നെ ഇലക്ട്രോഡ്സ്, ഷീൽഡിങ് ഗ്യാസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ GTAW പാരാമീറ്റേഴ്സ്, അലുമിനിയം വെൽഡ് ചെയ്യണതിൻ്റെ പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലും അതർ മെറ്റീരിയൽ ഡിഫക്റ്റ് ട്രബിൾ ഷൂട്ടിങ്, അലുമിനിയം അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാക്കിയുള്ള മെറ്റീരിയൽ വെൽഡ് ചെയ്യണതിൻ്റെ ആ ഒരു കുറച്ച് പ്രൊസീജിയർ ഒക്കെ വ്യത്യാസമാണ്. ഇനി മൊഡ്യൂൾ 7 സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സാണ്. 15 മാർക്കാണ്. അതിൽ നമ്മൾ കുറച്ച് പഠിക്കണം. SAW സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, തെർമിറ്റ് വെൽഡിംഗ് ഒക്കെ പഠിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. സബ്മേർജ്ഡും പഠിക്കാൻ സിമ്പിളാണ്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്, ഫ്രിക്ഷൻ വെൽഡിങ്, ലേസർ ബീം, ഇലക്ട്രോ ബീം, റെസിസ്റ്റൻസ് വെൽഡിങ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് മൊഡ്യൂൾ 8 ഇൻസ്പെക്ഷനാണ്. വെൽഡിംഗ് ഇൻസ്പെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കാണ്. അതിൽ NDT ഉണ്ട്, DT ഉണ്ട്, ഡിസ്ട്രക്റ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, നോൺ ഡിസ്ട്രക്റ്റ് ടെസ്റ്റും ഉണ്ട്. നമ്മളെ വർക്ക് പീസിനെ നശിപ്പിക്കാതെ, ഇപ്പോൾ നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ സൗണ്ട് പെനട്രേഷൻ, അതൊക്കെ നമ്മളെ വെൽഡിങ്ങിൻ്റെ നമ്മളെ വർക്ക് പീസിനെ നശിപ്പിക്കില്ല, അല്ലേ, കേടുവരുത്തില്ല. അങ്ങനത്തെ ടെസ്റ്റിനെ എന്ത് വിളിക്കും, നോൺ ഡിസ്ട്രക്റ്റ് ടെസ്റ്റ് എന്ന് വിളിക്കും. നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റ് മെഷീനൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ഡിസ്ട്രക്റ്റ് ടെസ്റ്റ് എന്ന് വിളിക്കും. കാരണം ആ എക്സ്പെരിമെൻറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൊസീജിയർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ വർക്ക് പീസ് കേടുവരും. അങ്ങനത്തെ DTയിൽ ഡിസ്ട്രക്റ്റ് ടെസ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 1000 വർക്ക് പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എഴുതിക്കോ. അതിൽ റാൻഡമായിട്ട് കുറച്ചെണ്ണം മാത്രം നമ്മൾ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, DT ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതേ അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെയാണ്, നോൺ ഓക്കെ എന്ന് പറയുക. അപ്പോൾ WBSഉം PQRും പഠിക്കുക. അതുപോലെ പ്ലാസ്മ കട്ടിങ്, ഗ്യാസ് കട്ടിങ് പോലെ തന്നെ പ്ലാസ്മ കട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 2 മാർക്കുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് മെയിൻ്റനൻസ്, വെൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിക്കുന്നത്. അതിൽ പ്രീ ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ. പ്രീ ഹീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ് ഹീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ മെറ്റൽ ബിൽഡപ്പും ഹാർഡ് ഫേസിങ്. അപ്പോൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യൽ വളരെ സിമ്പിളാണ്. കാരണം ഇതിൽ എല്ലാ ട്രേഡ്സ്മാൻ്റെ എക്സാമിനും നമുക്ക് എന്ത് ചെയ്യും, കോമൺ ആയിട്ട് ഷീറ്റ് മെറ്റൽ അല്ലെങ്കിൽ ഫിറ്റിങ് അല്ലെങ്കിൽ ഡ്രില്ലിങ് അല്ലെങ്കിൽ ലെയ്ത്ത്, അങ്ങനത്തെ കോമൺ ട്രേഡിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് വെറും വെൽഡിങ്ങിൻ്റെ ബുക്ക് മാത്രം റെഫർ ചെയ്താൽ മതി. അതുതന്നെ നമുക്ക് കിട്ടിയൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. മനസ്സിലായോ? സാധാരണ എല്ലാ ട്രേഡ്സ്മാൻ എക്സാമിനും
കോമൺ ട്രേഡ്സുകളെല്ലാം നമ്മൾ പഠിക്കേണ്ടി വരും. ഫിറ്റിങ്, ഷീറ്റ് മെറ്റൽ, വെൽഡിങ്, അതുപോലെ തന്നെ ഒരു ട്രേഡും കൂടിയുണ്ട്. അത് നമ്മൾ ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും. നിങ്ങളിതിലൊന്ന് നോക്കി നോക്കൂ, ബേസിക് ഇലക്ട്രിക്കലിൻ്റെ എന്തെങ്കിലും കാര്യം അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ബേസിക് ഫിറ്റിങ്ങിൻ്റെ ഫയൽസ് ഫസ്റ്റ് മൊഡ്യൂളല്ലാത്ത ബാക്കി ഏത് ട്രേഡ്സ്മാൻ എക്സാം ആണെങ്കിലും സെപ്പറേറ്റ് എന്ത് ചെയ്യും, ഫിറ്റിങ്, ഷീറ്റ് മെറ്റൽ, അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് അവർ സിലബസിൽ കൊടുക്കാറുണ്ട്. ഈ ഒരു സിലബസ് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ വീഡിയോ ചെയ്യും, നമ്മൾ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ജെയുടെ എക്സാം വരുന്നുണ്ട്, പിന്നെ ട്രേഡ്സ്മാൻ്റെ കുറച്ച് എക്സാം വരുന്നുണ്ട്. അതെല്ലാം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാവും. ഏകദേശം ഡിസംബർ ക്രിസ്മസിൻ്റെ വെക്കേഷനിലൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.